السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന അധ്യായം സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചാണ്. ഈ സൂറത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയഅജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആനി. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു രാത്രിയിൽ ഖുർആന്റെ 1/3 ഓതാൻ കഴിയുമോ? ഖാലു, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വകൈഫ യഖറഉ സുലുസൽ ഖുർആൻ, എങ്ങനെ സാധിക്കും നബിയെ ഖുർആന്റെ 1/3 ഓതി തീർക്കാൻ? ഖാല, അപ്പോൾ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് എന്നത് ഖുർആന്റെ 1/3 തുല്യമാണ്. പരിശുദ്ധ ഖുർആനിലെ പ്രതിപാദ്യ വിഷയങ്ങളെ നമുക്ക് 3ആയി തരംതിരിക്കാം. 1 അഹ്കാം അഥവാ നിയമങ്ങൾ, 2 വഅദ് വഈദ് വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുകളും, 3-ാമത്തേത് തൗഹീദ് അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ഈ സൂറത്ത് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഇതിനെ ഖുർആന്റെ 1/3 എന്ന് വിശേഷിപ്പിക്കുന്നത്. അധ്യായത്തിലെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ, അങ്ങ് പറയുക, അങ്ങ് പ്രഖ്യാപിക്കുക, അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു ഭാഗങ്ങളില്ലാത്തവനാണ്. അവന് അവയവങ്ങളോ പദാർത്ഥപരമായ വിഭജനമോ സാധ്യമല്ല. അള്ളാഹു ഗുണങ്ങളിലും കർമ്മങ്ങളിലും അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല. വാഹിദ് എന്നാൽ എണ്ണത്തിൽ 1 എന്നാണ്. എന്നാൽ അഹദ് എന്നത് അള്ളാഹുവിന്റെ ദാത്തിൽ, സത്തയിൽ ഒട്ടും പങ്കുകാരില്ലാത്ത, മാറ്റം സംഭവിക്കാത്ത ആത്യന്തികമായ ഏകത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. 2-ാമത്തെ വചനം അല്ലാഹു സമദ്, അല്ലാഹു സമദാകുന്നു. അസമദ് എന്ന പദത്തിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ആരെയാണോ ആശ്രയിക്കുന്നത് അവനാണ് സമദ്. എന്നാൽ അവൻ ആരെയും ആശ്രയിക്കുന്നുമില്ല. യാതൊരു കുറവുകളുമില്ലാത്തവനാണ് അവൻ, പരിപൂർണനാണ്. ജനനമോ മരണമോ വിശപ്പോ ദാഹമോ ബാധിക്കാത്തവനാണവൻ. ഈ 2 ആയത്തുകൾ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് എന്നിങ്ങനെയുള്ള 2 ആയത്തുകൾ അള്ളാഹുവിന്റെ ദാത്തിനെയും അഥവാ സത്തയെയും അവന്റെ സിഫാത്തിനെയും അഥവാ ഗുണങ്ങളെയും ഒരുപോലെ പ്രഖ്യാപിക്കുന്ന 2 ആയത്തുകളാണ്. നാം ഒന്നിനും അള്ളാഹുവിനോട് തുല്യത കൽപ്പിക്കാൻ പാടില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവനിലേക്കാണ് നാം ആശ്രയിക്കേണ്ടത്, അവനിലേക്കാണ് നാം തിരിയേണ്ടത് എന്ന പാഠമാണ് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ അധ്യായത്തിലെ 1-ാമത്തെ ആയത്തിലെ ഹുവ എന്ന പദത്തിന്റെ രഹസ്യം. ഹുവ എന്നാൽ അവൻ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ സത്ത അഥവാ ദാത്ത് നമ്മുടെ കണ്ണുകൾക്കോ ചിന്തകൾക്കോ പൂർണ്ണമായി എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉന്നതമാണ്. ആ അദൃശ്യമായ അസ്തിത്വത്തെയാണ് ഹുവ എന്നിവിടെ സൂചിപ്പിക്കുന്നത്. സാധാരണക്കാർ യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ അള്ളാഹുവിനെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞവർ, ആരിഫീങ്ങളായ മഹത്തുക്കൾ അവനെ യാഹു, ഓ അവനെ എന്നാണ് വിളിക്കുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത്രമേൽ വ്യക്തമായ സാന്നിധ്യമാണ്. അതോടൊപ്പം അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നാണ് പറഞ്ഞത്. അള്ളാഹു എന്നത് അവന്റെ വിശേഷനാമമാണ്. അഹദ് എന്നത് അള്ളാഹുവിന്റെ വിശുദ്ധിയുമാണ്. പ്രപഞ്ചത്തിൽ പല വസ്തുക്കളെയും നമുക്ക്
ഒന്ന് എന്ന് വിളിക്കാം, വാഹിദ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ, ഒരു മരം. എന്നാൽ അവയൊക്കെ പല ഭാഗങ്ങൾ ചേർന്നതാണ്. എന്നാൽ അള്ളാഹുവിനെ അഹദ് എന്ന് വിളിക്കുന്നതിലൂടെ അള്ളാഹു ഭാഗങ്ങളില്ലാത്തവനാണെന്നും അവന് തുല്യനായി മറ്റാരുമല്ലെന്നുമാണ് ഇവിടെ അള്ളാഹു സ്ഥാപിക്കുന്നത്. അള്ളാഹു സമദ്, രണ്ടാമത്തെ വചനം അങ്ങനെയാണ്. അസമദ് എന്നതിന്റെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചു. എല്ലാവരുടെയും ആശയ കേന്ദ്രമാണ്. അതിലുപരി മറ്റു ചില അർത്ഥങ്ങൾ കൂടിയുണ്ട്. മാറ്റമില്ലാത്തവൻ. കാലങ്ങൾ മാറുമ്പോൾ വസ്തുക്കൾക്ക് മാറ്റം സംഭവിക്കാറുണ്ട്. ഒരുപക്ഷെ നശിക്കും, അല്ലെങ്കിൽ വസ്തുക്കൾ വളരും. എന്നാൽ സമദായ അള്ളാഹുവിന് മാറ്റമില്ല. അവൻ എപ്പോഴും ഒരുപോലെയാണ്. അള്ളാഹുവിന് വിശപ്പോ ദാഹമോ ഇല്ല. അവന് ഭക്ഷണത്തിന്റെയോ പാനീയത്തിന്റെയോ ആവശ്യമില്ല. എന്നാൽ സൃഷ്ടികൾക്കെല്ലാം ശാരീരികമായ ആവശ്യങ്ങളുണ്ട്. സൃഷ്ടാവിന് അതില്ല. അതോടൊപ്പം ഈ അധ്യായം ബഹുദൈവ വിശ്വാസികൾക്കുള്ള, മുശ്രിക്കീങ്ങൾക്കുള്ള ഒരു മറുപടിയും കൂടിയായിരുന്നു. അഹദ് എന്ന വാക്ക് അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന വാദത്തെ ഗണ്ണിക്കുന്ന ഒരു ഭാഗമാണ്. സമദ് എന്ന വാക്ക് അള്ളാഹു മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്ന വാദത്തെയുമാണ് ഗണ്ണിക്കുന്നത്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ കൃത്യമായി, വ്യക്തമായി, സവിസ്തരം വിശദീകരിച്ചു തരുന്ന ചെറിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്.